Good morning students, welcome to another class of Network Infrastructure Management. Today we are going to start module 2. Okay. So ഇതും കുറച്ച് പോർഷൻ നിങ്ങൾ CNൽ പഠിച്ചിട്ടുണ്ട് IP അഡ്രസ്. ഓക്കെ, ഒരു പാക്കറ്റ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അത് പല റൂട്ടറിൽ പോയിട്ട് ലാസ്റ്റിൽ ആ ഡെസ്റ്റിനേഷനിലേക്ക് എത്തണേ. ഓക്കെ, സോ നമുക്ക് ഇവിടെ ഒരു ഗ്ലോബൽ അഡ്രസ്സിങ് സ്കീം വേണം. അതിനെ പറയുന്നത് ലോജിക്കൽ അഡ്രസ്സ്. ഓക്കെ, നെറ്റ്വർക്ക് ലെയറിൽ യൂസ് ചെയ്യുന്ന ലോജിക്കൽ അഡ്രസ്സാണ് IP അഡ്രസ്സ്. അപ്പോൾ TCP/IP പ്രോട്ടോകോൾ സൂട്ടിൽ നെറ്റ്വർക്ക് ലെയറിൽ യൂസ് ചെയ്യുന്ന ലോജിക്കൽ അഡ്രസ്സിനെ പറയുന്നത് IP അഡ്രസ്സ്. ഓക്കെ, IP അഡ്രസ്സ് 2 വേർഷനിലുണ്ട്. IP വേർഷൻ 4ഉം IP വേർഷൻ 6ഉം. IP version 4 32 bits, IP version 6 128 bits. IP version 4 address is 32-bit address that uniquely and universally defines the connection of a device to the internet. Okay, അതെന്താ ചെയ്യുന്നത്? യൂണിക്ലി യൂണിവേഴ്സലി ഓരോ ഡിവൈസിനെ ഐഡൻറ്റിഫൈ ചെയ്യും. IPv4 address is 32-bit address that uniquely and universally defines the connection of a device to the internet. Okay, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് അഡ്രസ്സ് എടുക്കണമെങ്കിൽ 2^32 നമ്മൾ എടുക്കും. അപ്പോൾ 2^32 is more than 4 billion. ഓക്കെ, IP വേർഷൻ 4 2 നോട്ടേഷനിൽ തന്നെ ബൈനറി നോട്ടേഷനും ഡോട്ടഡ് ഡെസിമൽ നോട്ടേഷനും. കഴിഞ്ഞ പ്രാവശ്യം ഇതെല്ലാം കാണിച്ചതാണ്. 172 എഴുതി 16 അതേ ഡെസിമൽ നോട്ടേഷൻ, ഡോട്ടഡ് ഡെസിമൽ. അതിൻ്റെ ഇടയ്ക്ക് എല്ലാം ഡോട്ടുണ്ട്, അതുകൊണ്ട് അതിന് ഡോട്ടഡ് ഡെസിമൽ നോട്ടേഷൻ. പിന്നെ 4 ഒക്ടേറ്റ് ആയിട്ട് അല്ലെങ്കിൽ 4 ബൈറ്റ് ആയിട്ട് എടുക്കണം, ഓരോ 8 ബൈറ്റ് ആയിട്ട്. ഓക്കെ, അങ്ങനെ 32 ബൈറ്റ്സ് നമ്മൾ 32 ബിറ്റ്സ് നമ്മൾ എഴുതണം. ഓക്കെ, IPv6ൽ 128 ബിറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ 16 ബൈറ്റ്സ് അഡ്രസ്സാണ്. ഓക്കെ, ഇത് അഡ്രസ്സിനെ റീഡബിൾ ചെയ്യാൻ നമ്മൾ ഇതിനെ ഹെക്സാഡെസിമൽ കോളൻ നൊട്ടേഷനിലാണ് എഴുതുന്നത്. ഓക്കെ, ഇതിനകത്ത് 128 ബിറ്റ്സ് നമ്മൾ 8 സെക്ഷൻസിലാണ് എഴുതുന്നത്. ഈച്ച് സെക്ഷൻ ഈസ് ഓഫ് 2 ബൈറ്റ്സ്. ഓക്കെ, 2 ബൈറ്റ്സ് നമ്മൾ ഹെക്സാഡെസിമൽ നൊട്ടേഷനിൽ നമ്മൾ എഴുതുമ്പോൾ അതിനകത്ത് 4 ഹെക്സാഡെസിമൽ ഡിജിറ്റ്സ് വേണം. Okay, so the total number of digits is 4 into 8, that is 32 hexadecimal digits. And 128 bit is divided into 8 sections. Okay, with every 4 digits separated by a colon. Okay, so total number of address IPv6 il 2^132. 2^128, sorry, 132 അല്ല, 2^128. ഓക്കെ, സോ IPv6ൻ്റെ 128 ബിറ്റ്സ് നമ്മൾ 4 ഹെക്സാഡെസിമലിലാണ് കാണിച്ചത്. ഓക്കെ, സോ 16 ബൈറ്റ്സ് അല്ലെങ്കിൽ 8 സെക്ഷൻസ്. ഓക്കെ, ഇതിൻ്റെ ഇടയ്ക്ക് കോളൻ കാണിച്ചിട്ടുണ്ട്. സി ഹെക്സാഡെസിമൽ നൊട്ടേഷൻ. ഓക്കെ, ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് ഈ ഒരു ക്വാർട്ടർ ആയിട്ടാണ് നമ്മൾ കാണിച്ചത്. 0 1 2 3. ഇപ്പോൾ 0നെ 4 ബിറ്റായിട്ട് കാണിച്ചു, 1നെ 4 ബിറ്റായിട്ട് കാണിച്ചു, 2നെ 4 ബിറ്റായിട്ട് കാണിച്ചു, 3നെ 4 ബിറ്റായിട്ട് കാണിച്ചു. അതിനാ പറയുന്നത് ബൈനറി നൊട്ടേഷൻ. ഓക്കെ, ഇത് വേറെയാണ്. ഇതിനകത്തത് ആദ്യത്തെ 4 ഇത് മാത്രം, ബാക്കിയെല്ലാം 0 ആണ്. സോ നമുക്ക് സീറോസ് ഒമിറ്റ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയും എഴുതാം. 2001 0DB8 AC10 FE01. പിന്നെ 2 കോളൻ മീൻസ് ഇത് കഴിഞ്ഞിട്ടെല്ലാം സീറോസ്. അതാ ബൈനറി നോട്ടേഷനിൽ ഓരോ കാണിച്ചിട്ടുള്ള. ക്ലാസ്ഫുൾ അഡ്രസ്സിങ്ങിന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ക്ലാസ്ഫുൾ അഡ്രസ്സസ് ഡിവൈഡഡ് ഇൻറ്റു 5 ക്ലാസ്സസ് ABCDE. ഓക്കെ, ബൈനറി നൊട്ടേഷൻ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഫ്യൂ ബിറ്റ്സ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഏത് ക്ലാസ്സിലാണ്. പിന്നെ ഡോട്ടഡ് ഡെസിമൽ നൊട്ടേഷൻ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ബൈറ്റ് ഡിഫൈൻസ് ദ ക്ലാസ്. ഓക്കെ, each class is divided into fixed number of blocks with each block having a fixed size.
Okay, class A, large organization which large number of attached hosts or router. Class B address were designed for mid-size organization with tens or thousands of attached hosts or routers. Class C address are designed for small organizations with a small number of attached hosts or address. Class D were designed for multicasting. മൾട്ടികാസ്റ്റിങ്ങിന് വേണ്ടിയാണ് ക്ലാസ് ഡി യൂസ് ചെയ്തത്. ക്ലാസ് ഇ ഫ്യൂച്ചർ യൂസിന് in class a large part of available address were wasted. കുറേ വേസ്റ്റ് ആയിപ്പോയി. ഇതാ ക്ലാസ് എയിലെ ഫസ്റ്റ് വൈറ്റ് നെറ്റ് ഐ ഡി ബാക്കിയെല്ലാം ഹോസ്റ്റ് ഐ ഡി അതാ മഞ്ഞായിട്ട് കാണിക്കുന്നത്. ഫസ്റ്റ് വൈറ്റിൻ്റെ ഫസ്റ്റ് ബിറ്റ് 0 ആണെങ്കിൽ അത് ക്ലാസ് എ ആ, അല്ലെങ്കിൽ 0 to 127 ആണെങ്കിൽ ക്ലാസ് എ ഡെസിമൽ. ക്ലാസ് ബിയിൽ ഫസ്റ്റ് വൈറ്റിൽ ഫസ്റ്റ് 2 ബിറ്റ്സ് 1 0 ആണെങ്കിൽ, അല്ലെങ്കിൽ 128 to 191 ആണെങ്കിൽ ക്ലാസ് ബി അഡ്രസ്സ്. ക്ലാസ് സിയിലെ ആദ്യത്തെ 3 ബിറ്റ് 110 അല്ലെങ്കിൽ 192 to 233 ആണെങ്കിൽ ക്ലാസ് സി ആണ്. അങ്ങനെ തന്നെ ക്ലാസ് ഡി, ക്ലാസ് സി ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാൽ അതുകൊണ്ട് ഞാൻ ഇതാക്കണില്ല. സോ ഇത് നമുക്ക് കാണിച്ചിട്ടില്ല. ക്ലാസ് എയിലെ നമ്പർ ഓഫ് ബ്ലോക്സ് 128, ബ്ലോക്ക് സൈസ് 1,67 lakhs. ആപ്ലിക്കേഷൻ യൂണികാസ്റ്റ്. ക്ലാസ് ബിയിൽ 16,384 ബ്ലോക്സ് ഉണ്ട്. ബ്ലോക്സ് ഓരോ ബ്ലോക്കിൻ്റെ സൈസ് ദാറ്റ് ഈസ് ഒരു ബ്ലോക്കിൽ 65536 കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. അപ്പം അതും യൂണികാസ്റ്റ്. യൂണികാസ്റ്റ് മീൻസ് 1 സെൻഡർ ആൻഡ് 1 റിസീവർ. ക്ലാസ് സി ബ്ലോക്സ് 2^21 അത് 20 lakhs സംതിങ്. അപ്പോൾ അതിൻ്റെ സൈസ് 256 കമ്പ്യൂട്ടേഴ്സ്. ദാറ്റ് ഈസ് ഒരു സ്മോൾ ഓർഗനൈസേഷനിൽ 256 കമ്പ്യൂട്ടേഴ്സ് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ കൊടുക്കാൻ ക്ലാസ് ചെയ്യാം. അതും യൂണികാസ്റ്റ്. പിന്നെ ക്ലാസ് ഡി മൾട്ടികാസ്റ്റും ക്ലാസ് ഇ റിസർവ്ഡ് ഫോർ ഫ്യൂച്ചർ യൂസ് പറഞ്ഞിട്ടാണ് യൂസ് ചെയ്തത്. ഇന്നത്തെ മഞ്ഞ എല്ലാം കാണിച്ചാൽ അത് നെറ്റ് ഐഡിയ, ബാക്കി ഹോസ്റ്റ് ഐഡിയ. In class A, 1 byte defines the net ID and 3 bytes define the host ID. In class B, 2 bytes define the net ID and 2 bytes define the host ID. In class C, 3 bytes define net ID and 1 byte defines the host ID. The net ID, host ID, net ID, host ID, net ID, host ID. ഇതെങ്ങനെ കാണിച്ചിട്ടുണ്ട്. മൾട്ടികാസ്റ്റ് അഡ്രസ്സും റിസർവ്ഡ് ഇത് തന്നെ ഇതും കാണിച്ചിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചാൽ അതുകൊണ്ട് നമ്മൾ mask or default marks is 32-bit number made of contiguous ones followed by contiguous zeros. ഇത് മാസ്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടു ഫൈൻഡ് നെറ്റ് ഐ ഡി ആൻഡ് ഹോസ്റ്റ് ഐ ഡി. നിങ്ങൾ നെറ്റ്വർക്ക് CNE ലാബ് ചെയ്തപ്പോൾ ഇതെല്ലാം പഠിച്ചിട്ടുണ്ട്. അതെന്തിനാണ് മാസ്ക് ഡിഫോൾട്ട് മാസ്ക് നമ്മൾ കൊടുക്കുന്നത്? ടു ഫൈൻഡ് നെറ്റ് ഐ ഡി ആൻഡ് host ID. For example, the mask of class A address has 8 ones, which means the first 8 bits of address is class A define the net ID. Next 24 define the host ID. ഇതിനകത്ത് ലാസ്റ്റ് കോളം /n ആണ് കാണിക്കുന്നത്. /n means അത് CIDR notation. So 8 bits നെറ്റ് ഐ ഡിയാണ് കാണിക്കുന്നത്, ബാക്കി 24 ബിറ്റ്സ് ഹോസ്റ്റ് ഐ ഡി. സോ ഇതാണ് നെറ്റ് ഐ ഡി 1111 എഴുതുന്നതും ബാക്കി ഹോസ്റ്റ് ഐ ഡി 00. സോ ഡിഫോൾട്ട് മാസ്ക് 255.0.0.0 ആ ക്ലാസ് എയുടെ. ക്ലാസ് ബിയുടെ 255.255.0.0, ക്ലാസ് സിയുടെ 255.255.255. അത് /24 അതാ CIDR നോട്ടേഷൻ. ദാറ്റ് ഈസ് classless interdomain routing notation. Subnetting. ഒരു ഓർഗനൈസേഷനിലേക്ക് ലാർജ് ബ്ലോക്ക് ക്ലാസ് എ ക്ലാസ് ബി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിന് പല കോണ്ടിജിയസ് ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ആൻഡ് അസൈൻ ഈച്ച് ഗ്രൂപ്പ് ടു സ്മോളർ നെറ്റ്വർക്ക്സ് കോൾഡ് subnets. So subnet means the logical division of IP network. The practice of dividing network into 2 or more networks.
ഈസ് കോൾഡ് സബ്നെറ്റിംഗ്. ഒക്കെ ഒരു നെറ്റ്വർക്കിനെ 2 or more നെറ്റ്വർക്കായിട്ട് ഡിവൈഡ് കഴിഞ്ഞാൽ അതിനെ പറയുന്നത് സബ്നെറ്റിംഗ്. A subnet mask is 32-bit number created by setting host IDs to all zeros and setting network bits to all ones. Okay, in this way the subnet mask separates the IP address into network and host addresses. Okay, so in the condition compare IP4 and IPv6, some classes of IPv4 address and discuss subnet mask. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനിത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് എടുത്തില്ല. അത് തന്നെയാണ് നമ്മൾ പഠിച്ചത്, അത് തന്നെ.